നമസ്കാരം, എല്ലാവരും ഉഷാറല്ലേ? നമ്മളിത് അവിടെ തകർത്തോണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു യാത്ര പോവാണ്. യാത്ര പോവാന്നുള്ളത് പിള്ളേർക്ക് ആർക്കും അറിയില്ല, അവർക്കൊരു സർപ്രൈസാണ്. അവരോട് പറഞ്ഞിരിക്കുന്നത് നമ്മളിതാ ജസ്റ്റ് ഒരു ഹോട്ടലിലേക്ക് 2 ദിവസം താമസിക്കാൻ പോവാന്നാണ്. പക്ഷെ നമ്മളിന്ന് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ പോവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് സർപ്രൈസുകളുണ്ട്. ആദ്യം തന്നെ അറിയേണ്ടത് പിള്ളേരുടെ റിയാക്ഷനാണ്. എന്തായാലും നമ്മളവരോട് പറഞ്ഞിരിക്കുന്നത് എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ താമസിക്കാൻ പോവാന്നുള്ളതാണ്. അപ്പോൾ എയർപോർട്ട് എത്തണ വരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അവർക്ക് മനസ്സിലാവില്ല. അത് കഴിഞ്ഞിട്ട് അവരുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കണം. അപ്പം എവിടേക്കാന്ന് ഞാൻ ഇപ്പോൾ പറയണില്ല, നിങ്ങൾക്കും വഴിയെ കാണാം. ഓക്കെ, അപ്പോൾ തുടങ്ങാം നമുക്ക്. അപ്പം നമ്മളെല്ലാം സെറ്റായി, നമ്മളിതാ പെട്ടിയും പാണ്ടൊക്കെ ഇറങ്ങി ഇതാ നമ്മളിന്ന് ഈ വണ്ടിയിലോട്ടോ പോണേ. അപ്പോൾ അതാ നമ്മൾ ബാഗും സാധനങ്ങളൊക്കെ വെച്ചു. നമ്മളിതാ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ വണ്ടി ഏവിസിൻ്റെ വകയാണ്, മസ്കറ്റ് ഇന്റർനാഷണൽ സർവീസ് LLC. അപ്പോൾ അതെങ്ങനെ കിട്ടി എന്നൊക്കെ ഉള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വിശദമായി പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് പതുക്കെ യാത്ര ഇരിക്കാം. നമ്മളപ്പം ഇതാ അവിടെ നിന്ന് വിട്ട് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ടോ. അങ്ങനെ നമ്മളിതാ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഫ്ലൈറ്റ് 8 മണിക്കാണ്. നമ്മൾ കുറച്ച് നേരത്തെയാണ് എയർപോർട്ടിൽ വന്നത്. ഇപ്പോഴാണെങ്കിൽ സമയം 4:30 ആയിട്ടുള്ളൂ. നമ്മുടെ ചെക്ക് ഇൻ തുടങ്ങുക 5 മണിക്കാണ്. അപ്പം പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, എന്താ ഹോട്ടലിലെത്താത്തെന്ന് ചോദിച്ചിട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിൽ. അപ്പം എനിക്ക് തോന്നുന്നു അവർക്ക് ഇനി ഒരു ക്ലൂ കൊടുക്കാമെന്ന്. കണ്ടില്ലേ, എല്ലാവരും എയർപോർട്ടിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലം വെച്ച് നടക്കുകയാണ്. അപ്പം ഞോഞ്ഞി എസി അത്തേ ഇവിടെ വന്നേ, അത് കണ്ടോ ഫ്ലൈറ്റിന്റെ ബോർഡ്. ഒന്ന് ഒരു ഫ്ലൈറ്റ് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാ? ആ സെലക്ട് ചെയ്ത് ആ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് പോവാ. എവിടേക്കാ പോണ്ടേ? അപ്പൊ തനിക്ക് എവിടേക്കാ പോണ്ടേ? ഒമാനയുടെ അടുത്ത് ദുബായിലേക്കോ? എസക്ക് എവിടേക്കാ പോണ്ടേ? ഒമാന. താനെന്നാ ദുബായ് കാര്യായി? തനിക്ക് ദുബായ് ആഗ്രഹം ഉണ്ടായിരുന്നില്ലല്ലോ. അച്ഛനും എവിടേക്കാ പോണ്ടേ? USA? എന്തിനാ? അപ്പൊ നമുക്ക് 2 ദുബായും 1 USA വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നിനക്ക് എങ്ങടാ പോണ്ട്? കാലിക്കറ്റ്. അപ്പൊ 1 ദുബായ് അല്ല 2 ദുബായ്, എസിയും ഞോഞ്ഞിയും ദുബായ്, അച്ചു അമ്മയും സെയിമ. അപ്പൊ US മാറ്റിയോ? അപ്പം അച്ചും മമ്മിയും കാലിക്കറ്റ്. ഓക്കെ, അപ്പൊ ഇനി ബാക്കിയുള്ളത് ഞാനാണ്. അപ്പൊ എന്റെ തീരുമാനമാവും ഇനി ഫൈനൽ. ഭൂരിപക്ഷം. അപ്പൊ 3 ആവും. അപ്പൊ ഞാൻ ഒരെണ്ണം ഡിസൈഡ് ചെയ്യും. അപ്പൊ ഞാൻ സെലക്ട് ചെയ്യണ കൺട്രി അല്ലേ ഫൈനലാക്കുക. ഓക്കെ, ഫൈനലാക്കട്ടെ. അപ്പൊ ഞാൻ സെലക്ട് ചെയ്യാണ് ദുബായ്. Let's go to Dubai. പോവാ? പോവാ ദുബായ്? എസി നോക്കടി, എസിക്ക് മൂത്തു. ഓക്കെ, ഹാപ്പി? എന്താ എന്താ ചോദിച്ചത്? എനിക്ക് വിശ്വാസമില്ലാത്ത എന്താ വിശ്വാസമില്ലാത്ത? എയർപോർട്ടിലല്ലേ നിക്കണ നമ്മള്, പിന്നെന്താ പ്രശ്നം? ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഞാന് ഫ്ലൈറ്റിൽ പോയില്ല പറഞ്ഞില്ലേ? അച്ഛ കിട്ടത് അറിഞ്ഞില്ലേ? ഇപ്പം പോണില്ലെങ്കിൽ അച്ഛൻ്റെ പൈസ മുഴുവൻ. ഓക്കെ, പോണില്ലെങ്കിലല്ലേ? ഇല്ലെങ്കിൽ താനിക്ക് എന്താ തരിക? എന്താ? പാസ്പോർട്ടും ബോർഡിംഗ് പാസ് എല്ലാം ബാഗിന്റെ ഉള്ളുണ്ട്. കാണിച്ചാൽ താൻ എനിക്ക് എന്ത് തരും? ഇല്ലെങ്കിൽ വിശ്വാസമില്ല, എന്നാ വിശ്വസിക്കേണ്ടതാ.
ഇത് കാണിച്ചു കൊടുക്കാം. ഓക്കെ, എന്നാ കാണിച്ചു തരാം. വെയിറ്റ്. അപ്പൊ തനിക്ക് പാസ്പോർട്ടും ബോർഡിംഗ് പാസും കാണണല്ലേ? ഇതാണ് 5 പാസ്പോർട്ട്. 1 2 3 4 5. ഇതാണ് ബോർഡിംഗ് പാസ്. ഞാനും നോക്കട്ടെ എങ്ങനെയാ. വിശ്വാസമായിട്ടില്ല. ട്രൂത്ത് അല്ല. എന്താ പറഞ്ഞേ? ട്രൂത്ത് അല്ല അല്ലേ? എനിക്ക് ഇപ്പോഴും വിശ്വാസമായിട്ടില്ല. ഓക്കെ, അച്ഛോ നമ്മൾ പോകണ്ടോ ദുബായിലേക്ക്? അച്ഛന് വിശ്വാസം ഉണ്ടോ? ഓ, ലെറ്റ്സ് ഗോ. അങ്ങനെ അതാ നമ്മൾ ആ സർപ്രൈസ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. നമ്മളിന്ന് ദുബായിലേക്കാണ് പോണത്, അബുദാബി വഴി വിസയറില്. അങ്ങനെ അതാ നമ്മുടെ കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചെക്കിനും പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ബോർഡിംഗ് പാസും സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളിനിയിപ്പം ഇമിഗ്രേഷനിലേക്ക് നടക്കുകയാണ്. ചെക്കിങ്ങിന്റെ സമയത്ത് ഒരു വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അപ്പൊ ഇനിയിപ്പം ഇമിഗ്രേഷനിൽ ഒട്ടും തന്നെ പറ്റില്ല. അപ്പൊ ഇനി ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ നമ്മള് എല്ലാ പരിപാടികളും കഴിഞ്ഞു. ചെക്കിങ് കഴിഞ്ഞു, ഇമിഗ്രേഷൻ കഴിഞ്ഞു. നമ്മളിതാ ഡ്യൂട്ടി പേഡിന്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുക കേട്ടോ. ദുബായിലേക്ക് പോണത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നുമില്ല. പിന്നെ മസ്കറ്റ് ഡ്യൂട്ടി പേഡ് ഒരുപാട് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരണം, വിശദമായി ഒന്നും കാണിക്കണമില്ല. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫ്ലൈറ്റ് ടൈം 8 മണിക്കാണ്. അത് കാരണം നമുക്ക് ഒരുപാട് സമയമുണ്ട്. ഇപ്പൊ സമയം 5:30 ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിച്ചു എയർപോർട്ടിൽ കറങ്ങി തിരിഞ്ഞ് നടക്കണേക്കാളും നല്ലത് ലോഞ്ചിൽ ഇരിക്കാന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ നേരെ ലോഞ്ചിൽ പോവാന്ന് വിചാരിച്ചു. ഇവിടെ കുറെ നല്ല അടിപൊളി ലോഞ്ചുകൾ ഉണ്ട് കേട്ടോ. നമ്മള് ഇവിടെ മുകളിലേക്ക് കയറി വന്നാൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവരുടെ ലോഞ്ചുകൾ കംപ്ലീറ്റ്. പ്രൈം ക്ലാസ് ലോഞ്ച് ഉണ്ട്, മജാൻ ലോഞ്ച് ഉണ്ട്, പിന്നെ ഒമാൻ എയറിന്റെ ലോഞ്ച് ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു ഹോട്ടലും കൂടി ഉണ്ട് കേട്ടോ. കണ്ടോ, എയർ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ഇത് ട്രാൻസിറ്റ് പാസഞ്ചേഴ്സിനൊക്കെ ഇത് യൂസ് ചെയ്യാനുള്ളതാണിത്. പിന്നെ നമുക്ക് ഇവിടെ ഒമാൻ എയറിന്റെ ഫസ്റ്റ് ആൻഡ് ബിസിനസ് ക്ലാസ് ലോഞ്ച് ഉണ്ട്. നമ്മളിന്ന് കയറണത് പ്രൈം ക്ലാസ് ലോഞ്ചിലാട്ടോ. നമ്മുടെ ബാങ്ക് കാർഡ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ആക്സസ് ഫ്രീ ആണ്. അപ്പോൾ അതാ എല്ലാവരും ഉള്ളിൽ കയറി പോയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രൈം ക്ലാസ് ലോഞ്ച്. നല്ല അടിപൊളി ഒരു വെടിക്കെട്ട് ലോഞ്ചാട്ടോ അത്. അപ്പോൾ നമുക്ക് സമയമുള്ളത് കാരണം തന്നെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്ന് ഭക്ഷണം കഴിക്കാം, വിശ്രമിക്കാം. പിന്നെന്താ പറയുക, ഒരുപാട് കുട്ടികൾക്കുള്ള കുറേ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ചെയ്ത് നടക്കാം നമുക്ക്. ഇവിടെ ഫുഡാണെങ്കിലും അത്യാവശ്യം നല്ല സ്പ്രെഡ് ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സ്, പിന്നെ കുറെ സാലഡ്സ്, സാൻഡ്വിച്ചുകള്, പാസ്ത, പിന്നെ ഇവിടെ റോസ്റ്റഡ് പൊട്ടാറ്റോ, വെജിറ്റബിൾ കുറുമ, പിന്നെ ഇത് ചിക്കൻ്റെ എന്തോ സംഭവമാണ്, എന്താണെന്നറിയില്ല. പിന്നെ ഇവിടെ ബീഫ് സലൂൺ ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ചിക്കൻ ക്യൂബ്സ് ഉണ്ട്, പിന്നെ ഒരു റൈസ് ഉണ്ട്. ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഈ ഭാഗത്ത് ടീ, കോഫി, പിന്നെ ലഘു കടികൾ കണ്ടില്ലേ, സമൂസ, സ്പ്രിംഗ് റോള്, ഇവിടെ കുറെ ബണ്ണ് കാര്യങ്ങള്, കേക്ക്, അങ്ങനെ ഇഷ്ടമാതിരി സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതെന്താ സംഭവം? ഇതെന്തോ ഒരു സംഭവം. നമ്മളിത് അവിടെ വട്ടട്ട് ഇരുന്ന് ആക്രമണം തുടങ്ങിയിട്ടാ. എങ്ങനെ ഗുഡ്. അപ്പൊ ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് പതുക്കെ വരാം. ഇത് അത്യാവശ്യം സൗകര്യം നല്ലൊരുമാതിരി വലിപ്പമുള്ള ഒരു ലോഞ്ചാട്ടോ. ഇത് കണ്ട, ഇതൊരു സ്പോർട്സ് ഏരിയ ആണ്. ഒരുപാട് ഗെയിംസും എന്റർടൈൻമെന്റും ഒക്കെ ഉണ്ട്. അത് കാണാൻ വിശാലമായ സോഫകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് സോക്കർ ബോർഡുകൾ കാണാം. നമുക്ക് വിശാലമായി ഇവിടെ കളിക്കാം. ഈ ഭാഗത്ത് ഇവിടെ ബില്ലിയാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബില്ലിയാർഡ്സ് താല്പര്യമുള്ളവർക്ക് ബില്ലിയാർഡ്സ് കളിക്കാം. ഇവിടെ മെസ്സിയുടെ ഒരു അടിപൊളി വലിയ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മെസ്സിയുടെ പോസ് കണ്ടില്ലേ? മെസ്സി പോസ്. ഇവിടെ അവിടെ ഒരു സിനിമ ഹാൾ ഉണ്ട് കേട്ടാ, കണ്ടില്ലേ? ഇത് ഇതേപോലെ 2 TV വെച്ചിട്ടുണ്ട്. വിശാലമായൊരു സോഫ, സൈലന്റ് ഏരിയ ആണ്. നമ്മള് ഹെഡ്ഫോൺ വെച്ചിരുന്നിട്ട് സിനിമ കാണണം. അടിപൊളി. പിന്നെ വിശാലമായ സിറ്റിംഗ് ഏരിയ കേട്ടോ ഇവരുടെ. നല്ല അത്യാവശ്യം വലിയ ലോഞ്ചാണ്. ഈ ഭാഗത്ത് മസാജ് ചെയറുകൾ ഉണ്ട് കേട്ടാ. എസിയും ഞോഞ്ഞിന്താ വിശാലമായി കിടന്നിവിടെ മസാജ് നടത്തുന്നത്. ഇതാ ഈ ഭാഗത്ത് 2 ആളുണ്ട്. ഓ, നമ്മുടെ നല്ല മസാജ് നടന്നുകൊണ്ടിരിക്കട്ടോ. അതാ പിന്നിലാണ് ഇപ്പൊ മസാജ് നടന്നുകൊണ്ടിരിക്കണത്, കണ്ടില്ലേ?
ഈ സ്ക്രീൻ വെച്ചിട്ട് നമുക്കിത് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യാം. അപ്പൊ നമ്മുടെ കാലുമ നല്ല മസാജ്. ഓ നല്ല സുഖം. എടേ അവസ്ഥ ഓ അടിപൊളി മസാജ് എന്ന് പറഞ്ഞ അടിപൊളി മസാജ് കേട്ടാ. എന്താ പറയാ, അടിയിലെ കാലിന്റെ വിരല് തൊട്ടിട്ട് തലമുടി വരെ നമ്മുടെ ചന്തി അടക്കം പിടിച്ച് മസാജ് ചെയ്യുന്നുണ്ട്. അമ്മാതിരി അടിപൊളി തകർത്തത്. എന്തായാലും അരമണിക്കൂറൂടെ കിടക്കട്ടെ അതിന്റെ ഉള്ളില്. അങ്ങനെ നല്ല അടിപൊളി മസാജ് അവസാനിപ്പിച്ചുട്ടാ. ഒരു 20-25 മിനിറ്റ് അടിപൊളിയായി കിടന്ന് മസാജ് ചെയ്തു. തകർത്തു എന്ന് പറഞ്ഞാൽ തകർത്തു. പിന്നെ ഈ ലോഞ്ചിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് അടിപൊളി ബെഡ്റൂമും ഉണ്ട് കേട്ടോ. ആണോ, നല്ല അടിപൊളി ഒരു ചെറിയൊരു ബെഡ്റൂം, ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടില്ലേ, വാർഡ്രോബ്, പിന്നെ അതവിടെ ഒരു ചെറിയൊരു ബാത്റൂം. നമുക്കിതിപ്പോ ആവശ്യമില്ലാത്ത കാരണം നമ്മളിതപ്പോ അതിൽ കയറുന്നില്ല. നമ്മള് മസാജ് അവസാനിപ്പിച്ചു. ഇതാ വീണ്ടും തീറ്റയിലേക്ക് തിരിഞ്ഞിരിക്കുക കേട്ടോ. സമയം ഇപ്പം 7:20 ലോഞ്ചിലെ കലാപരിപാടികളൊക്കെ അവസാനിപ്പിച്ച് നമ്മളിതാ ഗേറ്റിലേക്ക് പോവാണ്. ഗേറ്റ് നമ്പർ B8 ആന്ന് തോന്നുന്നു നമ്മുടെ, അല്ലേ? B8 അല്ലേ? അതെ. അച്ഛൻ എന്താ പറയണ്ട? അച്ഛൻ എന്താ പറയാനുള്ളത്? ഫ്ലൈറ്റിന്റെ സ്ഥലത്തേക്ക് പോവുക. ഓക്കെ, വേഗം വിട്ടാളോ. അപ്പം ഒരുപാട് കാർഡുകൾ ഇവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രയോറിറ്റി പാസ്, പിന്നെ ലോഞ്ച് കീ, പിന്നെ പലതരം ബാങ്ക് കാർഡുകൾ. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാം. ഒരാൾക്ക് വരുന്നത് 25 റിയാലാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്തായാലും, പക്ഷെ അടിപൊളി വെടിക്കെട്ട് ലോഞ്ചാട്ടാ. ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പൊ നമ്മളിനി നമ്മുടെ ഗേറ്റിലേക്ക് നടക്കുകയാണ്. അവിടെ നിന്ന് ഒരു ഫോൺ വന്നു നമ്മളോട് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട്. പക്ഷെ സമയം ഇനിയും അരമണിക്കൂറുണ്ട്. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവാണ്. നമ്മളെപ്പോ പോകുമ്പോഴും ഫ്ലൈറ്റ് ഒരു തെറ്റത്താവും കിടക്കണ്ടാവുക. നമ്മൾക്ക് ഗേറ്റ് എപ്പോഴും ഒരു തെറ്റത്തെയാവും. ഇപ്രാവശ്യം പതിവ് പോലെ ഒരു തെറ്റത്ത് തന്നെയാണ് നമ്മുടെ ഗേറ്റ്. നമ്മൾ ഗേറ്റ് കയറി അകത്തേക്ക് വന്നപ്പോൾ ഇതാ യാദർശികമല്ലാതെ രജിത്തിനെ കണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടേക്കാ? എന്തിനാണ്? രാത്രി ഡിന്നർ അടിക്കാനാ? ഞാൻ വെറുതെ ദുബായ് വഴി സ്വിറ്റ്സർലാൻഡോ അമേരിക്കയോ തീരുമാനിച്ചിട്ടില്ല എവിടേക്കാണ്. ദുബായ് വഴി അബുദാബിക്കല്ലേ? തകർക്കാൻ പോവാണ്. അയ്യോ തകർത്തു. നമ്മളുടെ എയറോ ബ്രിഡ്ജ് കയറി നമ്മൾ ഫ്ലൈറ്റിലേക്ക് മന്ദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഈ കണ്ണാണ് കേട്ടോ നമ്മള് ഇന്ന് പോണ വിസ് എയർ. ഇതിന്റെ ഒരു കുന്തം കഷ്ണം കാണാണ്ട് കണ്ടില്ലേ? നല്ല അടിപൊളി വലിയ ഫ്ലൈറ്റ് കേട്ടോ. ഏതാ ഫ്ലൈറ്റ് എന്ന് നമ്മൾ നോക്കാൻ മറന്നു, പക്ഷെ വലിയ ഫ്ലൈറ്റ് ആണ്. കോക്പിറ്റിലിരിക്കുന്ന പൈലറ്റുമാരെ കാണാൻ നമുക്ക് ഇവിടെ. അപ്പൊ നമ്മള് അതാ ഉള്ളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. കിടക്കൂ. അതാ നമ്മള് ഫ്ലൈറ്റിൽ കയറി വന്ന് ഇതാ ഇവിടെ ഞോഞ്ഞി എസി അച്ചൂരിക്കുന്നുണ്ട്. നിനക്ക് ഇവിടെ അല്ലേ കിട്ടി? എന്തായാലും നമുക്ക് ഒരിക്കലും ഒരുമിച്ച് കിട്ടാറില്ലല്ലോ. ഇതൊരു ഭീകര ഫ്ലൈറ്റ് ആട്ടാ. കണ്ടില്ലേ, ഇഷ്ടംമാതിരി സീറ്റിംഗ് കപ്പാസിറ്റിയാണ്. 236 ആൾക്കാരെ വെച്ചാണ് അതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി തോന്നുന്നു. നമ്മളിരിക്കണത് ഒരു സെക്കൻഡ് ലാസ്റ്റോ തേർഡ് ലാസ്റ്റോ റോയിലാണ്. കണ്ടോ, ഉടനെ പിന്നെ ഈ 2 റോ ബാക്കിലേക്കുള്ളൂ. അപ്പൊ ഇതാണ് ഫ്ലൈറ്റിന്റെ അവസ്ഥ. പിന്നെ അതാ നമ്മുടെ രജിത്തൊക്കെ നമ്മുടെ മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ അത് പറഞ്ഞില്ല, അത് വേണ്ടത്. പിന്നെ അതൊരു ബഡ്ജറ്റ് ഫ്ലൈറ്റ് ആണ്, അതുകൊണ്ട് തന്നെ എന്റർടൈൻമെന്റ്, ഫുഡ് കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട അതില്. ഞാൻ വിൻഡോയുടെ അടുത്തിരിക്കട്ടെ? ഞാൻ വിൻഡോ സീറ്റിലിരിക്കട്ടെ? എനിക്ക് വിൻഡോയിലിരിക്കണം. ഈ ഷൂട്ട് ചെയ്യാനാടോ? അപ്പൊ അതിന്റെ രക്ഷയില്ല. രാത്രി ആയതുകൊണ്ടും നമുക്ക് വിൻഡോ സീറ്റ് ഇല്ലാത്തതുകൊണ്ടും ഇനിയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഫുൾ അന്ധകാരാണ്. അപ്പം നമുക്കിനി അബുദാബി എത്തിയിട്ട് കാണാം. നമ്മളപ്പോൾ ഒരു 45 മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം സുരക്ഷിതമായി അബുദാബിയിൽ ലാൻഡ് ചെയ്തിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ അബുദാബിയുടെ മണ്ണിൽ കാലുകുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഇവിടുന്ന് നമുക്ക് ഇമിഗ്രേഷനൊക്കെ തീർക്കണം, നമ്മുടെ ബാഗ് എടുക്കണം, അത് കഴിഞ്ഞ് ദുബായിലേക്ക് തിരിക്കണം.
നമ്മളിപ്പോ ലാൻഡ് ചെയ്തിരിക്കുന്ന അബുദാബിയുടെ പുതിയ എയർപോർട്ടിലാട്ടാ. ഇതൊരു യമകണ്ഠൻ എയർപോർട്ടാണ്. യമകണ്ഠൻ എന്ന് പറഞ്ഞ ഒരു ലോകമുണ്ട്. നമ്മളിപ്പോ കുറെ ദൂരെ നടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ എവിടെ എത്തിയിട്ടില്ല. ഈ ട്രാവലേറ്റർ ഉള്ള കാരണം നടക്കണത് അറിയണില്ല. സത്യം പറഞ്ഞാൽ നമ്മളൊരു 1-1.5 കിലോമീറ്റർ നടന്നോട്ടെ അപ്പൊ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഇതുവരെ ഇമിഗ്രേഷന്റെ അവിടേക്ക് എത്തിയിട്ടില്ല. നമ്മളപ്പോ ഇമിഗ്രേഷനും പരിപാടിയൊക്കെ കഴിഞ്ഞതാ പുറത്തിറങ്ങി. നമുക്കിനി ബാഗേജ് എടുക്കണം. ബാഗ് വന്നിട്ട് ഇപ്പൊ കുറെ നേരം ഉണ്ടാവൂട്ടാ. ഇതാട്ടാ നമ്മുടെ ബാഗിന്റെ ബെൽറ്റ്. ഇവിടെ ഒരു ബാഗ് പോലും കാണാനില്ല. നമ്മളാണ് അവസാനം ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയതും അവസാനം ഇവിടെ എത്തിയതും. വരുന്നുണ്ട് എസി. ഭാഗ്യം എന്താ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പൊ ബാഗും സംഭവങ്ങളൊക്കെ കിട്ടിയില്ലേ? അബുദാബിയുടെ മണ്ണിലേക്ക് കാലുകുത്താൻ പോവല്ലേ? എന്നാ പോവാ. അപ്പൊ അങ്ങനെ നമുക്ക് ബാഗും സംഭവങ്ങളൊക്കെ കിട്ടി. നമ്മളപ്പോ അവിടുന്ന് നേരെ ഇനി ദുബായിലേക്ക് വിടുകയാണ്. അതിനു മുമ്പേ നമുക്കൊരാളെ കാണാനുണ്ട്. ഇതുകൊണ്ട് അവിടെ ഒരു ഭീമൻ ഗ്ലാസിന്റെ ഡെക്കറേഷൻ. ഗ്ലാസ് തന്നെയാന്ന് തോന്നുന്നു കേട്ടാ. ഇത് ഈ വീഡിയോയില് കാണുന്ന വലിപ്പല്ല, അതൊരു യമകണ്ഠൻ സാധനമാണ്. അബുദാബിയുടെ എന്താ പറയാ ഡ്യൂട്ടി പെയ്ഡ് വളരെ ചെറിയൊരു ഡ്യൂട്ടി പെയ്ഡാട്ടാ. എന്തായാലും നമുക്കിനി പുറത്ത് കിടക്കാം. അസ്സലാമലൈക്കും. എന്താ പറയണു? ഉഷാറല്ലേ? ആരാ ദേസി? ആരാച്ചു അത്? അബുദാബി എയർപോർട്ടിൽ വന്നാൽ നമുക്ക് പോവാൻ ഇവിടുന്ന് പ്രീപെയ്ഡ് ടാക്സി എടുക്കുകയാണ് ബെസ്റ്റ്. അപ്പൊ അതാ നമ്മളോടൊരു പ്രീപെയ്ഡ് ടാക്സി എടുത്തു ഇവിടുന്ന് ദുബായ് വരെ പോവാൻ. എല്ലാരും സെറ്റ് അല്ലേ? ബെൻസിലാട്ടാ പോണ്. എന്നാ പിന്നെ ഞങ്ങൾ ഇവിടെ തിരക്കട്ടെ. അപ്പൊ നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ദുബായിൽ വെച്ച് കാണാം. ഓക്കെ. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം അബുദാബി എയർപോർട്ടിൽ നിന്ന് നമ്മുടെ അൽബാർഷയിൽ എത്തിയിരിക്കട്ടാ. അൽബാർഷയിലാണ് നമ്മൾ താമസിക്കുന്നത്. അൽബാർഷയിലുള്ള റോസ് പാർക്ക് എന്ന് പറയുന്ന ഒരു ഹോട്ടലിന്റെ അടുത്ത്. ഹോട്ടലിന്റെ അടുത്തല്ല, ഹോട്ടലില്. ഇതാണ് നമ്മുടെ അൽബാർഷ മെട്രോ സ്റ്റേഷൻ. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള റോസ് പാർക്ക് എന്ന് പറയുന്ന ഈ ഹോട്ടലിലാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടാ. റോസ് പാർക്ക് ഹോട്ടൽ സംഭവം ഒരു 4 സ്റ്റാർ ഹോട്ടലാട്ടാ. എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഇപ്പൊ ചെക്കിനും പരിപാടികളൊക്കെ കഴിഞ്ഞില്ലേ? കീ കിട്ടിയില്ലേ? റൂം പോവല്ലേ? എന്നാ കാർഡ് നടക്കുവോ? റൂം കണ്ടുപിടിച്ചാ? എന്നാ പോയി നിങ്ങൾ കണ്ടുപിടിച്ചോളാം, ഞങ്ങളിവിടെ കയറട്ടെ. കിട്ടിയാ? അവിടെയാ? അപ്പൊ നമ്മുടെ റൂം 221. ആച്ചു കയറിക്കോളോ. പതുക്കെ 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 പതുക്കെ. കഴിഞ്ഞോ? അപ്പൊ നമ്മളൊരു നീണ്ട യാത്രയ്ക്ക് ശേഷം റൂമിൽ വന്ന് കയറിയിരിക്കുകയാണ്. സമയം രാത്രി 12 മണിയായിട്ടോ. നമ്മള് റൂമും കൂടി പരിചയപ്പെടുത്തി എന്നിട്ട് ഈ വ്ളോഗ് കൂടെ അവസാനിപ്പിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ റൂം. കയറി വരുന്ന വഴിക്ക് ഇതാ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിൻ, അമ്യൂണിറ്റീസ് കാര്യങ്ങൾ കംപ്ലീറ്റ് ഉണ്ട്. ടോയ്ലറ്റ് അമ്യൂണിറ്റീസ്. ഇവിടെ ഒരു ഡ്രയർ, പിന്നെ ടവല്. ഇത് നമ്മുടെ ക്ലോസറ്റ് ഉണ്ട്. ഇവിടെ കുളിക്കാനുള്ള സെപ്പറേറ്റ് ഏരിയ ഉണ്ട് കണ്ടോ. അപ്പം ഇതാണ് നമ്മുടെ ബാത്റൂം. ചെറിയൊരു ബാത്റൂം ആട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് കിടന്നാൽ ഇവിടെ ഒരു വലിയൊരു മിറർ ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ലഗേജ് വെക്കാൻ ഒരു സ്റ്റാൻഡ്, ഇവിടെ ഒരു വർക്കിംഗ് ഡെസ്ക്, നമുക്ക് കുറച്ച് ഫ്രൂട്ട് ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടു വെച്ച് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതാ ഇവിടെ ഒരു സോഫ, ടേബിൾ. അത് കഴിഞ്ഞതാ ഇവിടെ വീണ്ടും ഒരു വാർഡ്രോബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടീ അമ്യൂണിറ്റീസ്, കെറ്റില് സംഭവങ്ങളൊക്കെ ഇവിടെ ലോക്കർ ഉണ്ട്. അപ്പൊ ഇതാണ് ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജ് കാലിയാണ്. അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ബെഡ്. ഇത് എന്റെ അഭിപ്രായത്തിൽ ഒരു ചെറിയ ബെഡാണ്. നമ്മൾക്ക് 5 ആൾക്ക് കൊള്ളില്ല. എന്തായാലും ഒരു എക്സ്ട്രാ ബെഡ് പറയേണ്ടി വരും. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങള്. നാളെ തൊട്ട് നമ്മൾ 5 ദിവസം ഇവിടെ ഉണ്ട്. നമ്മൾ തിരിച്ചു പോണത് ശനിയാഴ്ചയാണ്. അപ്പൊ നാളെ തൊട്ട് 5 ദിവസം നമ്മള് ദുബായ് കറങ്ങാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ കുറെ ദുബായ് വീഡിയോസ് വരുന്നുണ്ട്, എല്ലാവരും കാണണം. അപ്പം പെട്ടെന്ന് തന്നെ ദുബായ് വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.